ഹലോ ഫ്രണ്ട്സ്, സ്റ്റോറീസ് ഓഫ് ഹോപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ലാലുചേട്ടനാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാട്ടിൽ പുൽപ്പള്ളി എന്നുള്ള സ്ഥലത്താണ്. ഇത് ലാലുചേട്ടൻ്റെ അമ്മയാണ് ലാലി. ലൂർദ് മാതാ കെയറിൽ വന്ന് നിൽക്കുന്ന പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ക്യാൻസർ റിക്കറൻ്റായിട്ട് വരുന്ന ക്യാൻസേഴ്സ് കുറവായിരിക്കും. പക്ഷേ ഇന്ന് എൻ്റെ കൂടെയുള്ള ലാലുചേട്ടന് 3ാമത്തെ തവണയാണ് ക്യാൻസർ വന്നിട്ടുള്ളത്. അത് റെക്ടം ക്യാൻസറാണ്. ഭയങ്കര സിവിയർ പെയിനൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ലാലുചേട്ടൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും സുപരിചിതമാവണം എന്നില്ല. ജിജി ആൻറ്റീനെ പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. കാരണം അവിടെ ലൂർദ് മാതാ കെയറിൽ കിച്ചണിലെ ഓൾ ഇൻ ഓൾ ആണ് ജിജി ആൻറ്റി. അപ്പം ജിജി ആൻറ്റീനെ കുറിച്ച് പറയുമ്പോഴായിരിക്കും ശകലവും കൂടെ കൂടുതൽ എല്ലാവർക്കും അറിയുന്നത്. ലാലുചേട്ടാ, ഇപ്പം ചേട്ടനാണെന്നുണ്ടെങ്കിലും ജിജി ആൻറ്റി ആണെന്നുണ്ടെങ്കിലും ലൂർദ് മാതാ കെയറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കാറുണ്ട്. ഇപ്പം ജിജി ആൻറ്റി ആണെന്നുണ്ടെങ്കിലും കൂടുതൽ സമയം ലൂർദ് മാതാ കെയറിലാണ്, അവിടുത്തെ കിച്ചൺ സ്റ്റാഫായിട്ട് നിൽക്കുകയാണ് ഇപ്പം. ഇതിനെല്ലാം നിങ്ങളെ എല്ലാ കാര്യത്തിലും വോളണ്ടിയർ ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ പ്രചോദനമാക്കിയിട്ടുള്ളത് എന്തെങ്കിലും സാഹചര്യമാണോ അതോ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ? പ്രചോദനം നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ലൂർദ് മാതാ കെയറിൽ വന്നു. അവിടെ വന്ന് താമസിക്കുന്നില്ല. നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാം ഫ്രീ ആണ്. ഭക്ഷണവും താമസവും എല്ലാം ഫ്രീ ആണ്. അന്നേരം നമ്മുടെ ഒരു മൈൻഡ് വെച്ച് നോക്കുമ്പം നമുക്ക് ഇത്രയും സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു നമ്മളെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുന്നുള്ള ആ ഒരു കാഴ്ചപ്പാടായിരുന്നു. ഇപ്പം ലാലുചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതല്ലായിരുന്നു? എവിടെയായിരുന്നു വർക്ക് ചെയ്തത്? ടൗണിൽ തന്നെയായിരുന്നു. ലോഡിങ്ങിൻ്റെ പണിയായിരുന്നു. അപ്പം ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ആയിട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ലാലുചേട്ടൻ. പെട്ടെന്ന് എത്തിയ സമയത്ത് ഇപ്പം വർക്കിന് പോകാൻ പറ്റുന്നില്ല, എല്ലാം കൊണ്ടും വളരെ എംപ്റ്റി ആയിട്ട് തോന്നിയായിരുന്നു ലൈഫ്? തീർച്ചയായിട്ടും. കാരണം നമുക്കിങ്ങനെ ഒരു അസുഖം വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു മുൻകരുതലും ഇല്ല, ധാരണയില്ല. കാരണം നമ്മൾ മദ്യപിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, യാതൊരു ദുശ്ശീലങ്ങളൊന്നുമില്ല. നമ്മൾ ചെല്ലുന്നു, പണിയെടുക്കുന്നു, നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന ആവശ്യമില്ല. എനിക്ക് എങ്ങനെ ഈ രോഗം വന്നു എന്നുള്ളതൊരു പെട്ടെന്ന് നമുക്കൊരു ഷോക്കായിപ്പോയി. പിന്നെ നമ്മുടെ സാമ്പത്തിക നിലയൊക്കെ പറ്റാൻ മോശമാണ്. നമ്മൾ വീട് പണിതിട്ട് അടുക്കള പോലും ഉണ്ടാക്കിയിട്ടില്ല. കയറി കൂടിയെന്ന് വെച്ചാൽ ജസ്റ്റ് അങ്ങ് കയറി കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അന്നിട്ടാണ് അസുഖം അറിയുന്നതും. അങ്ങനെയാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരുന്നതും അവിടെ ലൂർദ് മാതാ കെയറിൽ ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നതും. നമ്മളവിടെ വന്നിട്ടാണെങ്കിൽ തന്നെ നമ്മളെ അവിടുത്തെ ഒരു അംഗത്തെ പോലെ തന്നെ നമ്മളെ കരുതുന്നത്, അതുപോലെ കരുതുന്ന അച്ഛനായാലും സിസ്റ്റേഴ്സായാലും എല്ലാവരും നമ്മളെ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട്. ഈ സാമ്പത്തികമായിട്ടായാലും ആത്മീയമായിട്ടായാലും എന്ത് കാര്യത്തിലായാലും നമുക്ക് നല്ലൊരു ഇതാണ്. ഇത് ആദ്യമായിട്ട് എങ്ങനെ അറിയുന്നത്? ആദ്യമായിട്ട് ക്യാൻസർ എന്നുള്ള കാര്യം ആദ്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് പെയിനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ കാര്യമായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോഷൻ പോകണം എന്നുള്ളൊരു ടെൻഡൻസി ഇങ്ങനെയുണ്ട്. അതിൽ തവണ കൂടി വന്നു. എനിക്ക് പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. 10ആയി, 15ആയി, 20ആയി. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും നമുക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പെട്ടെന്ന് മാനന്തവാടി പോയി ഹോസ്പിറ്റലിൽ. അവിടുന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് കോഴിക്കോടേക്ക് വിട്ടു. അവിടുന്ന് ബയോപ്സിയൊക്കെ ചെയ്തപ്പം സംഭവം അവരറിഞ്ഞു, പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ അസുഖം പറഞ്ഞില്ല. അവിടെ സർജറിക്ക് വേണ്ടി പോയപ്പോഴാണ് നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോരുന്നത്. അവിടുന്ന് റെഫർ ചെയ്തു. ഞങ്ങൾ നിർബന്ധപൂർവ്വം വന്ന് ലെറ്റർ വാങ്ങി പോരുക ചെയ്ത് അങ്ങോട്ടേക്ക്. അങ്ങനെ അറിയാം നല്ലൊരു ട്രീറ്റ്മെൻറ്റുള്ള സ്ഥലം തിരുവനന്തപുരത്തുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോരുന്നത്. അവിടുന്ന് ലൂർദ് മാതാ കെയറിലോട്ട് എങ്ങനെയായിരുന്നു? ലൂർദ് മാതാ കെയറിലേക്ക് നമ്മൾ ഷോബിയില്ലേ, ഷോബി നമ്മുടെ അയലൊക്കെയാണല്ലോ, തൊട്ടടുത്ത്. അന്നേരം ഷോബിയായിട്ട് പരിചയമുണ്ട്. അന്നേരം ഷോബിനെ വിളിച്ചപ്പോൾ ഷോബി പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നമുക്ക് അവിടെ നമുക്ക് എല്ലാ സാഹചര്യവും ഉണ്ട്, എല്ലാം കൊണ്ടും. അങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നത്. ഇതിപ്പം ജിജി ആൻറ്റീനെ പോലെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു പാർട്ട്ണറിനെ കിട്ടിയത് അതെൻ്റെ വലിയ സുഹൃത്തുക്കളാണ്. എല്ലാ കാര്യത്തിലും ആൻറ്റി. അവളില്ലെങ്കിൽ ഞാനില്ല. അത്രയേ ഉള്ളൂ. കരയല്ലേ? ഞാൻ കരയും. അസുഖം എന്ന് പറഞ്ഞപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട്സൊക്കെ, എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ അവരറിഞ്ഞു. പിന്നെ ടൗണിൽ ഞാൻ ലോഡിങ്ങിന് പണിയാകുന്നില്ല. ടൗണിൽ നമുക്ക് നല്ല സഹകരണം ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്നൊരു 1 lakh രൂപ, 85,000 രൂപ അവിടെ നിന്ന് കളക്ട് ചെയ്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പൈസ അയച്ചു തരും. നമ്മളിപ്പോൾ 2-3 വർഷമായിട്ട് ഇപ്പോൾ അവർക്കും പണിയില്ല, എനിക്കും പണിയില്ല, കൊച്ചിൻ്റെ കാര്യം. പിന്നെ നമ്മൾ ലൂർദ് മാതാ വന്നപ്പോൾ അച്ഛൻ അവിടെ നിന്ന് നല്ലപോലെ സഹായിക്കുന്നുണ്ട്. കൊച്ചിനായാലും അവിടെ ആശ്രയാന്ന സംഭവം ഉണ്ടല്ലോ, അവിടെ നിന്ന് കൊച്ചിനുള്ള ഫീസൊക്കെ അവരിട്ട് തരും. 2-2.5 വർഷത്തോളം ഫീസ് അവരെ നമുക്ക് കൊച്ചിനുള്ള പഠിക്കാനുള്ള ഫീസ് കിട്ടുന്നത്. അച്ഛൻ അവിടെ നിന്ന് സിസ്റ്റേഴ്സായാലും അച്ഛനായാലും അവർ നമുക്ക് അവിടെ നിന്ന് ശരിയാക്കി തന്നിട്ടുണ്ട്. കൊച്ചിൻ്റെ കാര്യം ഓക്കെയാണ്. ഹോസ്റ്റൽ ഫീസും ട്യൂഷൻ ഫീ വേണ്ട. മോളിപ്പോൾ എന്ത് ചെയ്യും? മോളെ MLT കഴിഞ്ഞു. ഇപ്പം കഴിഞ്ഞു.
കഴിഞ്ഞ മാസം കൊണ്ട് കഴിഞ്ഞു. ഇപ്പം ട്രെയിനിങ്ങിന് കയറാൻ വേണ്ടിയുള്ള പരിപാടി. അപ്പോൾ അതിൻ്റെ ഫീസൊക്കെ ആകുമ്പോൾ അച്ഛനായാലും സിസ്റ്റേഴ്സൊക്കെ ആയാലും അവിടെ നിന്ന് പിന്നെ ആശ്രയം എന്നുള്ള സംഭവം ഉണ്ടാവും. അവിടെ നിന്ന് അത് എല്ലാ മാസം കൊച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞു. പിന്നെ നമുക്കായാലും അവിടെ നിൽക്കുകയാണെങ്കിൽ ഫുഡും എല്ലാം ഫ്രീ ആണെങ്കിൽ തന്നെയും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുവാണെങ്കിൽ അച്ഛനായാലും സിസ്റ്റേഴ്സായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ നില്ലുന്നവരാണെങ്കിൽ അന്ന് കുറച്ച് പൈസ തരും. അങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും SLC ബാച്ച് വരുന്നുണ്ട്. അവർക്കൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ചോദിക്കും എന്താ അസുഖം എന്നൊക്കെ ചോദിച്ച് പൈസ ഇല്ലെങ്കിൽ അവരിട്ട് വരും. അങ്ങനെ ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2.5-3 വർഷമായിട്ട് നമുക്ക് യാതൊരു ഇൻകമും നമ്മൾ സ്വന്തമായിട്ട് നമുക്കില്ല. നമുക്ക് സഹായിക്കുന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കുന്നുകൊണ്ടുള്ള അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ് പോകുന്നത്. വീട്ടിലെ കാര്യമായാലും ട്രീറ്റ്മെൻറ്റ് പിന്നെ നമുക്ക് ഇൻഷുർ ഉള്ള കാരണം കുറേയൊക്കെ അതിലങ്ങ് പോയി കിട്ടും. പിന്നെ അവിടെ ഇല്ലാത്ത മരുന്നാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടത്. അതിനുള്ള പൈസയൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടെത്തേണ്ടി വരും. അത് അച്ഛനെ സഹായിക്കുന്നുണ്ട് ശരിക്കും. ലൂർദ് മാതാ കെയറിൽ ഇനി എന്തെങ്കിലും കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അവിടുത്തെ സിറ്റുവേഷനോ അവിടുത്തെ സർവീസിലായാലും അല്ലെങ്കിൽ ഫുഡ് അക്കോമഡേഷൻ എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങളോ ശകലവും കൂടി കൊണ്ടുവന്നാൽ ശകലവും കൂടി നന്നായിരിക്കും, എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടുള്ളൂ? എന്നെ അപേക്ഷിക്കുകയാണെങ്കിൽ എനിക്കത് സ്വർഗമാണ്. കാരണം നമുക്കത് മതി, വേറെ ഒന്നും വേണ്ട. അതിൽ യാതൊരു മാറ്റം ഒന്നുമില്ല. പിന്നെ ഇപ്പം ഒന്ന് സിസ്റ്റേഴ്സ് ശകലം അയവുണ്ട്. നമ്മുടെ പണ്ടത്തെ ചില സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ഇതുണ്ട്. സിസ്റ്റർമാരൊക്കെ ശകലം കൂടി സ്ട്രോങ് ആവുകയാണെങ്കിൽ എന്താ പറയുന്നത്, അവിടുത്തെ ആൾക്കാർ ശകലം കൂടിയൊക്കെ ഒന്ന് കെയർ ആവും. കാരണം ഇപ്പം സിസ്റ്റേഴ്സ് പാവായ കാരണം ആൾക്കാരൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. അങ്ങനെ ഒരു സംഭവമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ഫുഡായാലും എല്ലാം നല്ല ഹൈജീനിക്കാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. നമുക്ക് ധാരാളം മതി. അത് സന്തോഷം. ഇവിടെ നിൽക്കുന്നതിനും കൂടുതൽ സന്തോഷം അവിടെയാണ്. കാരണം നമുക്ക് ആത്മീയമായിട്ടും കുറച്ച് ചാപ്പയൊക്കെ ഉപയോഗിക്കാനാണെങ്കിലും നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് വേറെ മൈൻഡിലേക്ക് മാറും. അവിടെ ആകുമ്പോൾ പിന്നെ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ആ അന്തരീക്ഷമായിട്ട് അങ്ങനെ അതാണ് ഏറ്റവും നന്നായി എനിക്ക് തോന്നുന്നത്. സ്വന്തം മനക്കരുത്ത് കൊണ്ടും അത്രത്തോളം സപ്പോർട്ടീവായിട്ടുള്ള പാർട്ട്ണറും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടായതുകൊണ്ടും പ്രാർത്ഥനയുടെ സഹായം കൊണ്ടൊക്കെ 4th സ്റ്റേജ് ക്യാൻസറിനെ വരെ അതിജീവിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കുമെന്ന് തെളിയിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ലാലുചേട്ടൻ. ലാലുചേട്ടൻ്റെ അസുഖങ്ങളെല്ലാം പെട്ടെന്ന് മാറട്ടെ, കീമോയും റേഡിയേഷൻ എല്ലാം നിർത്തി വീണ്ടും പഴയതുപോലൊരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. താങ്ക് യു. എന്നും എപ്പോഴും കൂടെ ഉണ്ട്. നല്ല അനുഗ്രഹമുള്ള, നല്ല സുഖപ്പെട്ട് ദീർഘായുസോടെ ജീവിക്കാൻ അനുഗ്രഹിക്കണം കേട്ടോ. പൊയ്ക്കോട്ടെ അമ്മ.